മികച്ച ഫുട്ബോൾ താരത്തെ തെരഞ്ഞെടുക്കാനുള്ള ബലോൺ ഡോർ പട്ടിക പുറത്ത്. എംബപ്പെ, ലെമിൻ യമാൽ, ഡെംബലെ, വിനീഷ്യസ് തുടങ്ങിയ താരങ്ങളെല്ലാം പട്ടികയിൽ. 30 പേരിൽ 9 ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ PSG നിന്ന്. തുടർച്ചയായ 2ാം വർഷവും പട്ടികയിൽ മെസ്സിയും റൊണാൾഡോയും ഇല്ല. വനിതാ താരങ്ങളുടെ 30 അംഗ സാധ്യതാ പട്ടികയും പുറത്ത്. അലീസ റൂസോ, ഐറ്റാന ബോൺമാറ്റി, മാർത്ത, അലക്സിയ പുട്ടേയാസ എന്നിവർ പട്ടികയിലുണ്ട്. ടെന്നീസ് ഇതിഹാസം റോജർ ഫെഡററിന് ഇന്ന് 43ാം പിറന്നാൾ. ക്ലാസിക് ടെന്നീസിലൂടെയും പവർ ടെന്നീസിലൂടെയും കളിയുടെ സങ്കല്പങ്ങളെ മാറ്റിയെഴുതിയ താരം. 24 വർഷം നീണ്ട ഐതിഹാസിക കരിയറിൽ 20 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളാണ് ഫെഡറർ സ്വന്തം പേരിൽ കുറിച്ചത്. അതുല്യ പ്രതിഭയ്ക്ക് ന്യൂസ് മലയാളത്തിന്റെ പിറന്നാൾ ആശംസകൾ. ടെർ സ്റ്റീഗനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കി സ്പാനിഷ് ക്ലബ്ബ് FC ബാഴ്സലോണ. അച്ചടക്ക നടപടിയുടെ ഭാഗമായാണ് തീരുമാനം. റൊണാൾഡ് അറാഹോ ബാർസയുടെ പുതിയ നായകനായേക്കും. സൗദി ക്ലബ്ബ് അൽ നസറിനായി ഗോൾ വേട്ട തുടർന്ന് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. സന്നാഹ മത്സരത്തിൽ റിയോ ആവിനെതിരെ ഹാട്രിക് സ്വന്തമാക്കി റോണോ. മത്സരത്തിൽ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് അൽ നസർ ജയിച്ചു. മുഹമ്മദ് സി മാഗനും അൽ നസറിനായി ഗോൾ നേടി. ദുലീപ് ട്രോഫിക്കുള്ള സെൻട്രൽ സോണിനെ ധ്രുവ് ജുറൽ നയിക്കും. രജത് പാട്ടിദാറും കുൽദീപ് യാദവും ടീമിലുണ്ട്. ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ എക്ക് വേണ്ടി ജുറൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സെൻട്രൽ സോണിന്റെ നായകനായി ജുറലിനെ തെരഞ്ഞെടുത്തത്. സിംബാബ്വെക്കെതിരായ 2ാം ടെസ്റ്റിൽ ന്യൂസിലൻഡ് മികച്ച നിലയിൽ. ആദ്യ ദിനം സിംബാബ്വെക്ക് 125 റൺസ് എറിഞ്ഞിട്ട് കിവികൾ മത്സരം നിർത്തുമ്പോൾ കിവികൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 174 റൺസ് എടുത്തു. ന്യൂസിലൻഡിനായി ഡെവൻ കോൺവേയും വിൽ യങ്ങും സെഞ്ചുറി നേടി. 2ാം ദിനം ലീഡ് ഉയർത്താൻ ലക്ഷ്യമിട്ട് ന്യൂസിലൻഡ്.